എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 21/6/2025 നടന്ന ലബോറട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം: ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി. ഉത്തരം: പ്രചോദനം പദ്ധതി. മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സ് കഴിഞ്ഞവരുടെ തൊഴിൽ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രചോദനം. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ പരിശീലനം നൽകി തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കുക, ഇതിനായുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കുക എന്നിവയായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപവൽക്കരിക്കുകയും ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അടുത്ത ചോദ്യം: 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ഉത്തരം: ന്യൂഡൽഹി. 2023 ജൂലൈ 5 മുതൽ 7 വരെ ന്യൂഡൽഹിയിലാണ് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം നടന്നത്. ആഗോള ഡീകാർബണൈസേഷൻ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സമഗ്രമായ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതാണ് ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര ഗ്രീൻ ഹൈഡ്രജൻ സമ്മേളനം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 2070 ഇന്ത്യ നെറ്റ് സീറോ ആകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ചോദ്യം: എന്താണ് പിനങ്ക സബ്ടെറേനിയ? ഉത്തരം: ഒരു അപൂർവ ഇനം ഈന്തപ്പന. ഭൂമിക്കടിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരേയൊരു ഈന്തപ്പന ഇനമാണ് പിനങ്ക സബ്ടെറേനിയ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഉഷ്ണമേഖലാ ദ്വീപായ ബോർണിയോയിൽ നിന്നുമാണ് ഇതിനെ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം: ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഉത്തരം: ആർദ്രം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായുള്ള കേരള സർക്കാരിൻ്റെ രോഗി സൗഹൃദ ആശുപത്രി സംരംഭമാണ് ആർദ്രം ദൗത്യം. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുക, പൊതുജനങ്ങൾക്ക് പരമാവധി സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുക എന്നിവയാണ് ആർദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യം: ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഉത്തരം: അജയ് ബംഗ. ലോകബാങ്ക് പ്രസിഡന്റായി ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ചുമതലയേറ്റു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ വംശജൻ ലോകബാങ്കിന്റെ തലപ്പത്തെത്തുന്നത്. 5 വർഷമാണ് ലോകബാങ്ക് പ്രസിഡന്റിന്റെ കാലാവധി. അടുത്ത ചോദ്യം: 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം: പെരുമ്പടവം ശ്രീധരൻ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരനെയാണ് തിരഞ്ഞെടുത്തത്. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. അടുത്ത ചോദ്യം: 2024 രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: ഡേവിഡ് ബേക്കർ. 2024 രസതന്ത്ര നൊബേൽ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നീ 3 പേർക്കാണ് ലഭിച്ചത്. പ്രോട്ടീനുകളിൽ സാധാരണയായി 20 വ്യത്യസ്ത അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവ ഉപയോഗിച്ച് മറ്റേതൊരു പ്രോട്ടീനിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തതിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം ലഭിച്ചത്. ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും ചേർന്ന് 2020 ആൽഫ ഫോൾഡ് 2 എന്ന AI മോഡൽ അവതരിപ്പിച്ചു. അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീനിൻ്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ ആൽഫ ഫോൾഡ് 2 എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിന് സാധിക്കും. ഇരുവരും ഗൂഗിൾ ശാസ്ത്രജ്ഞരാണ്. ഗൂഗിൾ ഡീപ് മൈൻഡ് CEO ആണ് ഡെമിസ് ഹസാബിസ്. അടുത്ത ചോദ്യം: ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഉത്തരം: IUCN. പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്നത് IUCNൻ്റെ കമ്മീഷൻ ഓൺ എൻവയോൺമെൻ്റൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പോളിസി അഥവാ CEESP ടാസ്ക് ഫോഴ്സിൻ്റെ മൈഗ്രേഷൻ, എൻവയോൺമെൻ്റൽ ചേഞ്ച് ആൻഡ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. ക്ലൈമറ്റ് ചേഞ്ചും അന്താരാഷ്ട്ര സംഘർഷങ്ങളും കൊണ്ട് മനുഷ്യരുടെയും വന്യജീവികളുടെയും കുടിയേറ്റത്തിലും സ്ഥാനചലനത്തിലും പ്രതീക്ഷിക്കാവുന്ന വർധനവിനെ ചുറ്റിപ്പറ്റിയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം: 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്
പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഉത്തരം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈന്യം നടത്തിയ ആക്രമണം. മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം കുറിച്ചത്. ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടി ലോകത്തിന് മുന്നിൽ വിവരിച്ചത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിൽ നിന്നുള്ള ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ആദരവായാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഇന്ത്യൻ സ്ത്രീകൾ ശക്തരാണ് എന്ന സന്ദേശം നൽകുന്നതായിരുന്നു 2 ഉന്നത വനിതാ ഓഫീസർമാരെ നയിച്ച വാർത്താസമ്മേളനവും. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളേത്? ഉത്തരം കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഇവയെല്ലാം താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 43 സ്ഥലങ്ങളുണ്ട്. 2025 താൽക്കാലിക പട്ടികയിലേക്ക് ഇന്ത്യയിൽ നിന്ന് 6 സൈറ്റുകളെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവയാണ് മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ തെലങ്കാന, കാങ്കർവാലി ദേശീയോദ്യാനം ഛത്തീസ്ഗഡ്, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ, അശോകൻ എഡിക്റ്റ് സൈറ്റുകൾ, ഗുപ്ത ക്ഷേത്രങ്ങൾ, ബുണ്ടേല രാജവംശത്തിൻ്റെ പാലസ് ഫോർട്രസ് എന്നിവയാണ്. അടുത്ത ചോദ്യം, 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഉത്തരം നൃത്തം. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി? ഉത്തരം എ ജയതിലക്. കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്. സംസ്ഥാനത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഇദ്ദേഹം. 2026 ജൂൺ വരെയാണ് ജയതിലകിൻ്റെ സർവീസ് കാലാവധി. കേരളത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറി ആയിരുന്നു ശാരദ മുരളീധരൻ. അടുത്ത ചോദ്യം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 ഇന്ത്യൻ പൗരന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തോയ്ബയുടെ വിഭാഗമായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈന്യം നടത്തിയ ആക്രമണം. മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം കുറിച്ചു. 4 ദിവസം നീണ്ടുനിന്ന സൈനിക നടപടി മെയ് 10 താൽക്കാലികമായി നിർത്തി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? ഉത്തരം BR ഗവായ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് BR ഗവായ്. ഇന്ത്യയുടെ ആദ്യത്തെ ബുദ്ധമത വിശ്വാസിയായ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ഗവായ്. മുഴുവൻ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. 2025 നവംബർ 23 ജസ്റ്റിസ് ഗവായ് വിരമിക്കും. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ഉത്തരം എ ഷാജഹാൻ. കേരള സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും നിയോജക മണ്ഡലങ്ങളായി അല്ലെങ്കിൽ വാർഡുകളായി വിഭജിക്കുന്നതിന് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിനുമാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കമ്മീഷൻ്റെ അധ്യക്ഷൻ. കൂടാതെ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത 4 അംഗങ്ങളും ഇത് ഉൾപ്പെടുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ എ ഷാജഹാനാണ് ചെയർമാൻ. മറ്റു അംഗങ്ങളാണ് ഡോക്ടർ രത്തൻ യു കേൽക്കർ, ശ്രീ കെ ബിജു, ശ്രീ എസ് ഹരികിഷോർ, ഡോക്ടർ കെ വാസുകി എന്നിവർ. അടുത്ത ചോദ്യം, 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ഉത്തരം വിക്രം മിശ്രി. വിദേശകാര്യ സെക്രട്ടറി എന്നത് തിരഞ്ഞെടുക്കപ്പെടാത്ത ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭരണ മേധാവിയുമാണ്. ഇന്ത്യൻ സർക്കാരിൻ്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ഉദ്യോഗസ്ഥനാണ് ഈ സ്ഥാനം വഹിക്കുന്നത്. വിക്രം മിശ്രി IFS 2024 ജൂലൈ മുതൽ വിദേശകാര്യ സെക്രട്ടറിയാണ്.
നിലവിലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് സുബ്രഹ്മണ്യം ജയശങ്കർ. 21/6/2025 നടന്ന ലബോറട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.